ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LPP സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിംപ്ലക്സ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് എന്താണ്, അതൊരു ഇറ്ററേഷൻ പ്രോസസ്സാണ്. അതപ്പോൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഓക്കെ. Subject to the constraints x1 plus x2 less than or equal to 5, 3x1 plus 2x2 less than or equal to 12, x1 greater than or equal to 0 and x2 greater than or equal to 0. So, അപ്പോൾ ഈ പ്രോബ്ലം സിംപ്ലക്സ് മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സെവറൽ മെത്തേഡ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടു. പിന്നെ വരുന്നൊരു മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന LPP പ്രോബ്ലത്തിൽ രണ്ട് വേരിയബിൾസേ ഉള്ളൂ എങ്കിൽ, രണ്ട് പ്രോബ്ലം വേരിയബിൾസേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എളുപ്പത്തിൽ സോൾവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള കേസിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് പോസിബിൾ അല്ല. ഇനി സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സാണ്. ആ ഇറ്ററേറ്റീവ് പ്രോസസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്നിട്ട് ഇറ്ററേറ്റീവ് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത് വരെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ കണ്ടു, നമുക്ക് കൺസ്ട്രെയിൻസ് വരുന്നത് ഇനീക്വാളിറ്റിയിലാണ് അല്ലേ. ഇനീക്വാളിറ്റിയിൽ നമുക്ക് കൺസ്ട്രെയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലും സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജസിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ആ തന്നിരിക്കുന്ന ഇനീക്വാളിറ്റിനെ ഇക്വാളിറ്റിയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ടേബിൾ വാല്യൂ ഒക്കെ കണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് അവിടെ നിന്ന് ഫീസിബിൾ റീജിയൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. അതിൻ്റെ ആ സൊല്യൂഷൻസ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മുടെ ഒപ്റ്റിമം വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതായിരുന്നു ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ പ്രോസസ്സ്. സിമിലർലി ഓൾജിബ്രിക് മെത്തേഡിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓൾജിബ്രിക് മെത്തേഡിലും നമ്മുടെ കൺസ്ട്രെയിൻസ് ഇനീക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ആദ്യം ഈ ഇനീക്വാളിറ്റിനെ ഇക്വാളിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യും. സോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇനീക്വാളിറ്റീസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അതിനെ ഇക്വാളിറ്റി ആക്കാനായിട്ട് വി ആഡ് എ സ്ലാക്ക് വേരിയബിൾ. ഓക്കെ, പുതിയൊരു വേരിയബിൾ ആഡ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ ഇക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് തരുന്ന ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയബിൾ സർപ്ലസ് വേരിയബിളാണ്. സർപ്ലസ് വേരിയബിൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വെച്ചിട്ട് ആദ്യം സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഇനീക്വാളിറ്റിനെ ഇക്വാളിറ്റി ആക്കുന്നത്. സോ അപ്പോൾ ഇക്വാളിറ്റി ആക്കിയാൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഇനീക്വാളിറ്റിനെ ഇക്വാളിറ്റി ആക്കി മാറ്റാൻ പോവുകയാണ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിയർ വി ഇൻട്രൊഡ്യൂസ് ദ സ്ലാക്ക് വേരിയബിൾ. ഇവിടെ രണ്ട് വേരിയബിൾ വരുന്നത് x1 x2 അല്ലേ. സോ അപ്പോൾ സ്ലാക്ക് വേരിയബിൾ എസ് വെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ അതിനെ S3 എന്നെടുത്തു. x1 x2 2 വരെ സബ്സ്ക്രിപ്റ്റ് എടുത്തതുകൊണ്ട് അടുത്തത് ഞാനതിനെ S3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ സ്ലാക്ക് വേരിയബിൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഇക്വാളിറ്റിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. x1 പ്ലസ് x2 പ്ലസ് S3 ഈക്വൽ ടു 5 ഉണ്ടോ. അതിൻ്റെ ഓൾജിബ്രിക് ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തപ്പോൾ ഇക്വാളിറ്റിയിലോട്ട് മാറി. ഇനി അടുത്ത ഇക്വേഷനിൽ 3x1 പ്ലസ് 2x2 അടുത്ത സ്ലാക്ക് വേരിയബിൾ S3 എടുത്തല്ലോ. അപ്പോൾ അടുത്തത് S4 ആയിട്ട് എടുക്കാം. S4 ഈക്വൽ ടു 12. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു LPP പ്രോബ്ലത്തിൽ നമ്മൾ എത്ര സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ കൺസ്ട്രെയിൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ കൗണ്ട് ഇവിടെ 2 ആയതുകൊണ്ട് നമ്മൾ 2 സ്ലാക്ക് വേരിയബിൾസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കൺസ്ട്രെയിൻസ് 3 ആയിരുന്നെങ്കിൽ നമ്മൾ 3 സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതായത് അപ്പോൾ നമ്മൾ എത്ര സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ കൗണ്ടിനെയാണ്. എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അപ്പോൾ അതിനെല്ലാം ഇക്വാളിറ്റിയിലോട്ട് മാറ്റാനായിട്ട്
നമ്മൾ അത്രയും തന്നെ സ്ലാക്ക് വേരിയബിൾസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇക്വാളിറ്റിയിലോട്ട് മാറി. ഇനി ഇവിടെ നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് കൊടുക്കാം. സോ അപ്പോൾ x1 x2 പിന്നെ ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വാല്യൂസ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. S3 S4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ അപ്പോൾ നമ്മുടെ ഇക്വാളിറ്റിയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഒരു ചേഞ്ച് വരണമല്ലോ. സോ അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട് 6x1 + 5x2. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, these two slack variables do not contribute to the objective function. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ നിങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ലാക്ക് വേരിയബിൾസിൽ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് എടുത്തിട്ട് വേണം അത് ഇസഡിലോട്ട് ആഡ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം ഇവിടെ പുതിയ വേരിയബിൾ വന്നെങ്കിൽ അത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. സോ അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 കൊടുത്തിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് 0s3 + 0s4. അതായത് ഇപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് അതിന് എഴുതാം. The standard form of LPP എങ്ങനെ വരുന്നത്? മാക്സിമൈസ് Z ഈക്വൽ ടു 6x1 + 5x2 + 0s3 + 0s4 സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഇപ്പം എങ്ങനെയാണ് കൺസ്ട്രെയിൻസ് വന്നിരിക്കുന്നത്? x1 + x2 + s3 ഈക്വൽ ടു 5, 3x1 + 2x2 + s4 ഈക്വൽ ടു 12. And finally, the non-negativity restrictions x1, x2, s3, s4 should be greater than or equal to 0. Okay, so അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടേബിൾ വരയ്ക്കാം, സിംപ്ലക്സ് ടേബിൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിംപ്ലക്സ് ടേബിൾ വരുന്നത്. ഇവിടെ നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ ഞാൻ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഏതൊക്കെ ടേംസ് ആണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കാം. ഫസ്റ്റ് കോളത്തിൽ ഞാൻ കൊടുത്തത് ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ബേസിക് വേരിയബിൾസിനെയാണ്. ബി ഡിനോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ബേസിക് വേരിയബിൾസിനെയാണ്. സോ അപ്പോൾ എപ്പോഴും ഒരു LPP പ്രോബ്ലത്തിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആണെങ്കിൽ നമ്മളവിടെ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് ആ കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻസിലോട്ട് മാറ്റി. സോ അപ്പോൾ ഇവിടെ എപ്പോഴും ബേസിക് വേരിയബിൾസ് ആയിട്ട് എടുക്കേണ്ടത് ഇവിടുത്തെ സ്ലാക്ക് വേരിയബിൾസിനെയാണ്. S3യും S4ഉം വേരിയബിളിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കോളം വച്ചിരിക്കുന്നത്. ഇനി CB എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ഇൻ ഇസഡ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിൽ വരുന്ന ബേസിക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ CB എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി XB എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂസാണ്. നമ്മുടെ ഈ കൺസ്ട്രെയിൻസ് കണ്ടോ, ഇക്വേഷൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ XB എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി x1, x2, s3, s4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കൺസ്ട്രെയിൻസിൽ വന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 4 കോളത്തിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരുന്ന കേസിൽ ഇവിടുത്തെ ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഇവിടുത്തെ സ്ലാക്ക് വേരിയബിൾസ് ആണ്. സോ ഹിയർ S3 ആൻഡ് S4 ഇത് രണ്ടുമാണ് ഇവിടുത്തെ ബേസിക് വേരിയബിളായിട്ട് വരുന്നത്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിളാണ് നമുക്ക് അടുത്തത് കാണേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ ഇൻ ഇസഡ്. അപ്പോൾ ഇസഡിൽ ഇവിടുത്തെ ബേസിക് വേരിയബിൾ S3യും S4ഉം അല്ലേ? ബേസിക് വേരിയബിൾ S3യും S4ഉം ആണ്. അപ്പോൾ S3യുടെയും S4ൻ്റെയും കോഎഫിഷ്യൻസ് ഇൻ ഇസഡ് നോക്കിയേ. S3യുടെ കോഎഫിഷ്യൻ്റ് ഇൻ ഇസഡ് 0 അതുപോലെ S4ൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻ ഇസഡ് 0 എപ്പോഴും സ്ലാക്ക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഇസഡിൽ 0 ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി XB എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂസാണ്. അത് 5ഉം 12ഉം. ഓക്കെ, ഇനി x1, x2, s3, s4 ഞാൻ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസിലും വരുന്ന വേരിയബിൾസാണ് x1ഉം x2ഉം s3യും s4ഉം. അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം x1ൻ്റെ കോഎഫിഷ്യൻ്റ് കൊടുക്കുക. അത് ഫസ്റ്റ് ഇക്വേഷനിൽ 1ഉം സെക്കൻഡ് ഇക്വേഷനിൽ 3ഉമാണ്. ഇനി x2ൻ്റെ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 1ഉം സെക്കൻഡ് ഇക്വേഷനിൽ 2ഉമാണ്.
ഇനി S3യുടെ കോഎഫിഷ്യൻറ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 1 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ S3 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ അത് കോഎഫിഷ്യൻറ്റ് 0 ആണ്. നമുക്ക് വേണമെങ്കിൽ അത് 0 S3 എന്ന് പറഞ്ഞ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിർബന്ധമില്ല. അവിടെ 0 ആഡ് ചെയ്ത് കൊടുത്ത് ഇവിടെ ഈ ഒരു കോളത്തിൽ 0 ഫില്ല് ചെയ്താലും മതി. ഇനി അടുത്തത് വരുന്നത് S4 ഫസ്റ്റ് ഇക്വേഷനിൽ ഇല്ല, നമുക്ക് വേണമെങ്കിൽ 0 S4 എന്ന് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ S4 0 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ S4ൻ്റെ വാല്യൂ 1 ആണ്. ഇത് താഴെ CJ the dot product of CJ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് dot product of CB and the column corresponding to the variable J. CB ആയിട്ട് ഇവിടെ ചെയ്യുന്നത് CB ഇൻറ്റു CBയിലെ കോളം ചൂസ് ചെയ്യുക, അതുപോലെ X1ൻ്റെ കോളം ചൂസ് ചെയ്യുക, രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതായത് 0 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 3 0, അപ്പോൾ 0 പ്ലസ് 0 0 ആണ്. ഓക്കെ, അടുത്ത വരുന്നത് CBയും X2വിന് താഴെ വരുന്ന CBയും എഴുതുക. അടുത്തത് വരുന്ന C2 ആണ് കാണേണ്ടത്. C2 എന്ന് പറഞ്ഞാൽ CB എന്ന് പറയുന്ന കോളത്തിൻ്റെയും X2 എന്ന് പറയുന്ന കോളത്തിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് 0 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 2 0, അപ്പോൾ 0 പ്ലസ് 0 0 ആണ്. അടുത്തത് B എന്ന് പറയുന്ന കോൾ കൊടുക്കുക, S3 എന്ന് പറയുന്ന കോൾ കൊടുക്കുക, രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് 0 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 0 0. ഓക്കെ, ഇനി അടുത്ത വരുന്നത് CB എന്ന് പറയുന്ന കോളവും S4 എന്ന് പറയുന്ന കോളത്തിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതായത് 0 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 1 0, അപ്പോൾ 0 പ്ലസ് 0 0 ആണ് കേട്ടോ. ഇതാണ് നമുക്ക് CJ ആയിട്ട് വരുന്നത്. ഇനി ZJ അടുത്ത വരുന്നത് ZJ എന്ന് പറയുന്ന റോ എടുക്കുക. ZJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതുണ്ടോ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിൽ ഈ പറഞ്ഞിരിക്കുന്ന X1ൻ്റെയും X2ൻ്റെയും S3യുടെയും S4ൻ്റെയും കോഎഫിഷ്യൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയബിൾസ് ഇൻ ഇസഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയബിൾസ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്. അപ്പോൾ X1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരുന്നത്, X1ൻ്റെ കോഎഫിഷ്യൻ്റ് ഇസഡിൽ വരുന്നത് 6 ആണ്, ആ 6 ഇവിടെ കൊടുക്കുക. ഇനി X2ൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് 5 ആണ്, 5 കൊടുത്തു. S3യുടെ കോഎഫിഷ്യൻ്റ് വരുന്നത് 0 ആണ്, 0 എഴുതി. S4ൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് 0 ആണ്, 0 എഴുതി. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് CJ മൈനസ് ZJ ചെയ്യുക. CJ മൈനസ് ZJ ചെയ്യുക. CJ മൈനസ് ZJ ചെയ്യുമ്പോൾ 0 മൈനസ് 6 മൈനസ് 6 0 മൈനസ് 5 മൈനസ് 5 0 മൈനസ് 0 0 0 മൈനസ് 0 0. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത് ഒപ്റ്റിമം വാല്യൂ ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യമേ പറഞ്ഞ് ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് ഒപ്റ്റിമം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഈ CJ മൈനസ് ZJയിൽ കിട്ടുന്നതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ അത് അവിടുത്തെ ഒപ്റ്റിമൽ വാല്യൂസ് ആണ്. അല്ലാത്ത കേസിൽ നമുക്ക് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നെഗറ്റീവ് വാല്യൂസും 0 ആണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇനി ഈ പ്രോസസ്സ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. ഈ കിട്ടിയിരിക്കുന്നതിൽ വെച്ചിട്ട് മിനിമം വാല്യൂ ചൂസ് ചെയ്യുക. ഓക്കെ, കിട്ടിയിരിക്കുന്നതിൽ വെച്ചിട്ട് മിനിമം വാല്യൂ ചൂസ് ചെയ്യുക. മിനിമം വന്നിരിക്കുന്നത് -6 ആണല്ലോ. ഓക്കെ, സോ അപ്പോൾ ഈ -6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ കോളത്തിനെയാണ് നമ്മൾ, ഈ കോളമാണ് ഇവിടുത്തെ എൻട്രിങ് കോളം എന്ന് പറയുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ -6ന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് കോളം X1 ആണ്. സോ അപ്പോൾ ഈ X1 എന്ന് പറയുന്നത് ഇവിടുത്തെ എൻട്രിങ് കോളമാണ്, അല്ലെങ്കിൽ പറയാം കീ കോളം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് തീറ്റ റേഷ്യോ കാണുക. റേഷ്യോ കാണുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് XB ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. XBനെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ കീ കോളം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. XB ഡിവൈഡഡ് ബൈ X1 ചെയ്യുക. സോ അപ്പോൾ എങ്ങനെ വരും നോക്കാം. XB ഡിവൈഡഡ് ബൈ X1 ചെയ്യുമ്പോഴേക്കും അതെങ്ങനെ വന്നു. XB ഇവിടെ 5 ആണ്, 5/1 5/1 ദാറ്റ് ഈസ് 5. പിന്നെ വരുന്ന 12 ആണിത്, അപ്പോൾ 12/3 ദാറ്റ് ഈസ് 4. ഇനി ഇവിടെ ചൂസ് ചെയ്യുന്നത് ഇവിടുത്തെ മിനിമം വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക. മിനിമം വാല്യൂ ഏതാ വരുന്നത്, 4 അല്ലേ. ആ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇവിടുത്തെ വേരിയബിൾ ഏതാണെന്ന് നോക്കുക. ആ വേരിയബിളാണ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന വേരിയബിൾ. ഇതിനെ ലീവിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ റേഷ്യോ കണ്ടുവച്ച് ആ റേഷ്യോയിൽ മിനിമം വാല്യൂ ചൂസ് ചെയ്യുക. ആ മിനിമം വാല്യൂ ഇവിടെ നിന്ന് ഔട്ടാകും. സോ അപ്പോൾ അത് ഇവിടുത്തെ ലീവിങ് വേരിയബിളാണ്.
ഇതിവിടുത്തെ ലീവിങ് വേരിയബിളാണ്. നമ്മുടെ ഈ വേരിയബിൾ S4 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഔട്ടായി. അതിന് പകരം എൻ്റർ ചെയ്യുന്നത് x1 എന്ന് പറയുന്ന വേരിയബിളാണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ അപ്പോൾ ഇവിടെ ഈ കോളത്തിലും ഈ റോയിലും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എലമെൻ്റാണ് ഇവിടുത്തെ കീ എലമെൻറ്റ്. ഇതിവിടെ 3 ആണ്. ലീവിങ് റോയ്ക്കും നമ്മുടെ എൻട്രിങ് കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ കീ എലമെൻ്റ് എന്ന് നെയിം ചെയ്യുന്നത്. ദ റോ കറസ്പോണ്ടിങ് ടു ദ ലീവിങ് വേരിയബിൾ ആൻഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ ദ എൻട്രിങ് കോളം ആസ് ദ കീ എലമെൻറ്റ്. സോ അപ്പോൾ ഇവിടുത്തെ കീ എലമെൻ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആണ്. ഓക്കെ, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കീ എലമെൻറ്റിനെ 1 ആക്കുക. ഓക്കെ, ഇപ്പോൾ നോൺ യൂണിറ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണെങ്കിൽ ആദ്യം അതിനെ 1 ആക്കുക. 1 ആക്കാനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ 3നെ 3 വെച്ചിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇതിനെ 1 ആക്കാനായിട്ട് എന്ത് 3 അല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3നെ 1 ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ സെയിം നമ്പർ വെച്ചിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അതായത് ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3 വെച്ച് ഈ എലമെൻറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ റോയിനെ കംപ്ലീറ്റ് ആയിട്ട് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു റോ ഓപ്പറേഷനാണ് വരുന്നത്. ഓക്കെ, ഈ റോയിനെ കംപ്ലീറ്റ് ആയിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇതിനെ ആദ്യം 1 ആക്കുക. അടുത്ത ടേബിൾ വരുമ്പോൾ ഇതിൽ നിന്നും ഈ S4 എന്ന് പറയുന്ന നമ്മുടെ ബേസിക് വേരിയബിൾ S4 എന്ന് പറയുന്ന ബേസിക് വേരിയബിൾ ലീവ് ചെയ്തു. അതിന് പകരം പുതിയ വേരിയബിൾ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത വേരിയബിൾ x1 ആണ്. ഓക്കെ, സോ അപ്പോൾ ആദ്യം S3 എഴുതി. S3 ഇവിടെ ഉണ്ട്, അത് എഴുതി വെച്ചു. ഇനി S4 പകരം x1 ആണ് വരുന്നത് കേട്ടോ. S4 പകരം ഇവിടുത്തെ എൻട്രിങ് എലമെൻറ്റ് x1 ആണ്. സോ അപ്പോൾ ഞാനിവിടെ x1 എഴുതി. ഇനി കോഎഫിഷ്യൻസ് എഴുതി വെച്ചേക്കണം കേട്ടോ. Z വരുന്ന S3യുടെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ അപ്പോൾ ഇവിടെ 0 എഴുതി. ഇനി അടുത്തത് വരുന്നത് x1ൻ്റെ കോഎഫിഷ്യൻ്റാണ്. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x1 ഇൻ Z. x1 നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ് വരുന്നത്? 6 അല്ല. സോ അപ്പോൾ 6 ഇവിടെ എഴുതുക കേട്ടോ. ഇവിടെ കീ എലമെൻറ്റ് 3 ആണല്ലോ വന്നിരിക്കുന്നത്. അതിനെ 1 ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഈ റോയിനെ സെക്കൻഡ് റോയിനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ അപ്പോൾ എഴുതുമ്പോൾ ഈ CB ആദ്യം അങ്ങ് എഴുതി വെച്ചേക്കുക. ഈ ഡിവിഷൻ, അതായത് ഇവിടെ റോ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടത് ഈ XBക്ക് താഴെ തൊട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സെക്കൻഡ് റോ എഴുതുകയാണ്. സെക്കൻഡ് റോയിനെ ഞാൻ ത്രൂ ഔട്ട് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ R2 ആണല്ലോ. സെക്കൻഡ് റോയിനെ ഞാൻ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. R2 ചേഞ്ചസ് ടു R2/3 എന്നാക്കി. ഓക്കെ, സോ അപ്പോൾ എന്ത് വന്നു? ഇവിടെ 12 അല്ലേ. അപ്പോൾ 12/3 എന്ന് പറയുമ്പോഴേക്കും അത് 4 വന്നു. ഇവിടെ x1 താഴെ 3/3 1 ആണ്. ഇവിടെ 2 ആണ് അല്ലേ. അപ്പോൾ 2/3 എന്ന് വന്നു. 2/3 ഇവിടെ 0 ആണ്. ഇവിടെ 0/3 0. ഇവിടെ 1 ആണ്. ദറ്റ് ഈസ് 1/3 ആണ്. ക്ലിയർ? ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ ഈ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്ത് എഴുതുകയാണ്. അതിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ അടുത്തത് പറയാം. ഇപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുകയാണ്. 0 5 1 1 1 0. ഓക്കെ, ഇനി ഞാൻ ടേബിൾ ഒന്നും കൂടി വരയ്ക്കുകയാണ്. ഇനി ഇവിടെ ചെയ്ത് വെക്കുന്നത് ഇതായിരുന്നില്ലേ കീ എലമെൻറ്റ്. കീ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ x1ന് താഴെ വരുന്നത്. x1 എന്ന് പറയുന്ന കോളത്തിൽ സെക്കൻഡ് റോയിൽ വരുന്നതായിരുന്നു കീ എലമെൻറ്റ്. അതിന് നമ്മളിപ്പോൾ 1 ആക്കി. ഇനി ചെയ്യേണ്ട പ്രോസസ്സ് അതിന് തൊട്ട് മുകളിൽ വന്നിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് 0 ആക്കണം. കീ എലമെൻറ്റിന് മുകളിലോ താഴെയോ വരുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ 0 ആക്കുക. 0 ആക്കേണ്ടത് നമ്മുടെ കീ എലമെൻറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വേണം 0 ആക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ 1 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അത് സബ്ട്രാക്ട് ചെയ്ത് അതിന് നമുക്ക് 0യിലോട്ട് എത്തിക്കാൻ പറ്റും. അതായത് R1 ചേഞ്ചസ് ടു റോ 1, R1 ചേഞ്ചസ് ടു R1 മൈനസ് R2, R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആൻസർ ഡയറക്റ്റായിട്ട് കിട്ടും. സോ അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നോക്കാം നമുക്ക്. ഡയറക്റ്റ് ഇവിടെ 5 മൈനസ് 4, അതായത് ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി അല്ലേ. ഫസ്റ്റ് എലമെൻറ്റ് 1 വന്നു. അടുത്തത് 1 മൈനസ് 1, അത് 0 ആയിപ്പോയി. അടുത്തത് വരുന്ന 1 മൈനസ് 2/3, 1 മൈനസ് 2/3 LCM കൊടുക്കണം അല്ലേ. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് 1 × 3, 3 മൈനസ് 2/3 ദാറ്റ് ഈസ് അത് 1/3 ആണ്. അപ്പോൾ അടുത്തത് വരുന്നത് x2ന് താഴെ വരുന്നത് 1/3 ആണ്. ഇനി ഇവിടെയോ 1 മൈനസ് 0, അത് 1 വന്നു. ഇവിടെയോ 0 മൈനസ് 1/3, അത് -1 ഇങ്ങനെയായിരുന്നു അല്ലേ. ആദ്യം 1 വന്നു, 0 വന്നു, പിന്നെ വരുന്നത് 1/3, 1 മൈനസ് 1/3.
ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് CJ കാണണം, ZJ കാണണം. CJ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദ കോളം CB ആൻഡ് ദ കോളം കറസ്പോണ്ടിങ് ടു ദ വേരിയബിൾ J. അപ്പോൾ ആദ്യം X1 താഴെ വരുന്നത് C1 കാണാൻ പോവാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് CB എന്ന് പറയുന്ന കോളം എടുക്കുക, X1 എന്ന് പറയുന്ന കോളം എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ 0 × 0 0 പ്ലസ് 6 × 1 6. അപ്പോൾ ഇവിടെ 6 വന്നു. ഇനി അടുത്തത് 0 × 1/3 0 പ്ലസ് 6 × 2/3 6 × 2/3 എന്ന് പറയുമ്പോഴേക്കും തോന്നുന്നു 6 × 2/3 ദാറ്റ് ഈസ് 2 × 2 അത് 4 ആയി. സോ അപ്പോൾ ഇവിടെ 4 വന്നു. അടുത്തത് 0 × 1 0 പ്ലസ് 6 × 0 0. അപ്പോൾ 0 + 0 0 ആയിപ്പോയി. അടുത്ത് വരുന്നത് 0 × -1/3 ദാറ്റ് ഈസ് 0 പ്ലസ് 6 × 1/3 6 × 1/3 എന്ന് പറയുമ്പോഴേക്കാണ് 2 1. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഇത് 2 കോഎഫിഷ്യൻറ്റ് 6, X2ൻ്റെ കോഎഫിഷ്യൻറ്റ് 5, S3 0, S4ൻ്റെ കോഎഫിഷ്യൻറ്റ് 0. അപ്പോൾ വരുന്നത് 6 5 0 0. ഇതിവിടെ വരുന്നത് 6 5 0 0. ഇനി അടുത്ത് ചെയ്യേണ്ടത് ടേക്ക് CJ - ZJ. തൊട്ട് മുന്നേ ഇറ്ററേഷനിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 - 6 0 4 - 5 -1 വന്നു 0 - 0 0 2 - 0 2 ഉണ്ടോ. ഇത് എല്ലാം ഒപ്റ്റിമൽ വാല്യൂസ് ആയിരുന്നെങ്കിൽ, എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അതിൽ നമുക്ക് വാല്യൂ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വന്നിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇറ്ററേഷനിലോട്ട് നമുക്ക് പോകണം. മിനിമം വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, മിനിമം വാല്യൂ വരുന്നത് -1 ആണ്. സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളമാണ് അവിടുത്തെ എൻട്രിങ് കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ കോളം എന്ന് പറയുന്നത്. ഇപ്പോൾ X2 ആണ് ഇവിടുത്തെ എൻട്രിങ് കോളം ഓർ കീ കോളം. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? റേഷ്യോ കാണുക. ഓക്കെ, റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ XB റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കീ കോളം X2 നോക്കാൻ നമുക്ക് എങ്ങനെ വരുന്നത്. ദാറ്റ് ഈസ് XB എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 1/1/3 1/1/3 എന്ന് പറയുമ്പോഴേക്കും അത് 3 വന്നു. അടുത്തത് 4/2/3 4/2/3 എന്ന് പറയുമ്പോൾ 4 × 3/2 അല്ലേ. ദാറ്റ് ഈസ് ഒരു 2 ഇവിടുന്ന് ക്യാൻസലായിപ്പോയി, 2 ക്യാൻസലായി, 2 × 3 6 വന്നു. പിന്നെ അടുത്ത് എന്താ ചെയ്യുന്നത്? ഈ റേഷ്യോസിൽ വെച്ചിട്ട് മിനിമം വാല്യൂ ചൂസ് ചെയ്യുക. സോ അപ്പോൾ മിനിമം വാല്യൂ വരുന്നത് 3 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ ഇവിടെ നിന്ന് ഔട്ടാകും. ഇതാണ് ഇവിടുത്തെ ലീവിങ് വേരിയബിൾ. സോ അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലീവിങ് വേരിയബിൾ ഈ റോയിൽ. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ മിനിമം വരുന്ന റോ എടുക്കുക. ആ റോയിൽ വരുന്ന വേരിയബിൾ ആണ് ഇവിടുത്തെ ലീവിങ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടുന്ന് S3 ഔട്ടാകും അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന കീ എലമെൻറ്റ് ഏതാണെന്ന് നോക്കണം. അതെങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ കീ കോളം എടുക്കുക. ഇപ്പോൾ ലീവ് ചെയ്ത റോ എടുക്കുക. ലീവിങ് വേരിയബിളിനും എൻട്രിങ് വേരിയബിളിനും ലീവിങ് വേരിയബിളും എൻട്രിങ് വേരിയബിളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന എലമെൻറ്റാണ് നമ്മുടെ കീ എലമെൻറ്റ്. സോ അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണെന്നുണ്ടോ? ഇതാണ് ലീവിങ് വേരിയബിൾ S3. ഓക്കെ, അപ്പോൾ ഈ റോയ്ക്കും നമ്മുടെ എൻട്രിങ് കോളം ഇതാണ്. ഇതിൻ്റെ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന എലമെൻറ്റ് ഇതാണ്. 1/3 ആണ് ഇവിടുത്തെ കീ എലമെൻറ്റായിട്ട് വരുന്നത് കേട്ടോ. ഈ 1/3 നമുക്ക് 1 ആക്കണം. ഓക്കെ, ഇത് നോൺ യൂണിറ്റ് എലമെൻ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് അതിനാദ്യം 1 ആക്കുക. 1 ആക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ 1/3 അല്ലേ വന്നിരിക്കുന്നത്. അതിനെ 1 ആക്കാനായിട്ട് ഒരു 3 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ. അപ്പോൾ 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് റോയിനെ കംപ്ലീറ്റ് 3 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടേബിൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസിക് വേരിയബിൾ എഴുതുമ്പോഴേക്കും ഇവിടെ S3 ഇപ്പോൾ ഔട്ടായി അല്ലേ. S3 എന്ന് പറയുന്നത് ഇവിടുത്തെ ലീവിങ് വേരിയബിൾ ആണ്. അതിന് പകരം ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് X2 ആണ്. സോ അപ്പോൾ X2 വന്നു. രണ്ടാമത് വന്നിരിക്കുന്നത് X1 ആണ്. ഇനി X2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? X2ൻ്റെ കോഎഫിഷ്യൻ്റ് Z എന്ന് പറയുന്നത് 5 ആയിരുന്നു അല്ലേ. ഇസഡിൽ X2ൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആയിരുന്നില്ലേ. സോ അപ്പോൾ ഇവിടെ 5 വന്നു. X1ൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 6 ആണ്. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ എലമെൻറ്റ് 1/3 ആണ് കീ എലമെൻറ്റ്. 1/3 നമുക്ക് 1 ആക്കണം. അപ്പോൾ 1 ആക്കാൻ വേണ്ടിയിട്ട് ആ റോയിനെ ത്രൂ ഔട്ട് ഞാൻ 3 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഫസ്റ്റ് റോ ആണല്ലോ. ഫസ്റ്റ് റോ ചേഞ്ചസ് ടു R1 × 3.
അപ്പോൾ എന്ത് വന്നു? ഫുൾ റോയിനെ 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇത് 1 ഇൻറ്റു 3 3 0 ഇൻറ്റു 3 0 1/3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 1. ഇത് 1 ഇൻറ്റു 3 3 ഇത് മൈനസ് 1/3 ഇൻറ്റു 3 ഇത് മൈനസ് 1/3 ഇൻറ്റു 3 നിന്ന് 3 3 ക്യാൻസലായി നമുക്ക് -1 വന്നു. സോ ഇത് -1. ഓക്കെ. ഇനി സെക്കൻഡ് റോയിലെ എലമെൻറ്റ് നമുക്ക് അതേപോലെ തന്നെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ ഓപ്പറേഷൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നവർക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ആയാൽ നമുക്ക് എഴുതാം. പക്ഷേ മെജോറിറ്റി പേർക്കും അത് കൂടുതൽ പ്രാക്ടീസ് ആവാത്തവർക്ക് ചിലപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ആൻസറിലോട്ട് പോകുമ്പോഴേക്കും തെറ്റ് സംഭവിക്കുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ആ എറർ ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഒരു സ്റ്റെപ്പും കൂടി കൂടുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. സോ ആദ്യം കീ എലമെൻറ്റ് 1 ആക്കുക. അതിന് താഴെ വരുന്നതോ മുകളിൽ വരുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ 0 ആക്കി മാറ്റുക. അതാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ 2/3 നമുക്ക് 0 ആക്കണം. ഈ എലമെൻറ്റ്സ് CBയുടെ എലമെൻറ്റ്സ് അങ്ങ് എഴുതി വെച്ചേക്കാം. 5ഉം 6 ആണ് വരുന്നത്. ഇപ്പോൾ x2 ഫസ്റ്റ് റോ നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ അപ്പോൾ ആ റോ അങ്ങ് ഇറക്കി എഴുതാം. ദാറ്റ് ഈസ് 3 0 1 3 -1. ഇനി അടുത്ത് ചെയ്യുന്നത് ഈ 1ന് താഴെ വരുന്ന 2/3നെ 0 ആക്കി. ഈ എലമെൻറ്റ് ആദ്യം 1 ആക്കി അതിന് താഴെ വരുന്ന എലമെൻറ്റിനെ 0 ആക്കാം. ഓക്കെ. സോ അപ്പോൾ അത് 2/3 ആണ്. അതിനെ 0 ആക്കാം. അതിനെ 0 ആക്കാനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് അത് 0 ആക്കുന്നത് നമ്മുടെ ഇവിടെ കീ എലമെൻറ്റ് 1 ആണല്ലോ. അപ്പോൾ കീ എലമെൻറ്റിന് നമ്മൾ 1 ആക്കി അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് 0 ആക്കാനായിട്ട്. സോ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് +2/3 ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. ഈ സെയിം എലമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. സോ അപ്പോൾ ഇത് +2/3 ആണെങ്കിൽ -2/3 കൊണ്ട് ഞാൻ ഈ 1നെ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ ഇതങ്ങനെ വന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. R2 - 2/3 ഇൻറ്റു R1. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് R1നെ, അതായത് ഇവിടെ R1 ഇവിടെ ഈ ഒരു എലമെൻറ്റ് 1 ആണ്. അതിനെ ഞാൻ -2/3 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. എന്നിട്ട് അത് +2/3 ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ. അതിന് താഴെ വരുന്ന എലമെൻറ്റായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് റോയിനെ R1, ഓക്കെ, ഫസ്റ്റ് റോയിനെ -2/3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അത് സെക്കൻഡ് റോ ആയിട്ട് ആഡ് ചെയ്യുന്നു. സോ അപ്പോൾ ഇതെന്ത് വന്നു? 1 ഇൻറ്റു -2/3 -2/3 വന്നു. ഇനി അതിന് താഴെ വന്നിരിക്കുന്ന റോയിൽ എലമെൻറ്റായിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് -2/3 +2/3 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ 0 ആക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോ എലമെൻറ്റിനെയും ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇവിടെ ഇത് 4 ആയിരുന്നു അല്ലേ? സോ അപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഫസ്റ്റ് റോയിനെ -2/3 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക ഇൻറ്റു -2/3 ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് താഴെ വരുന്ന റോയായിട്ട് ആഡ് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന 3 ആണ് അല്ലേ? സോ അപ്പോൾ ഇങ്ങനെ വന്നു 3നെ -2/3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു -2/3 പ്ലസ് താഴെ വന്നിരിക്കുന്ന റോ അല്ലെങ്കിൽ R2ൽ വന്നിരിക്കുന്ന എലമെൻറ്റ് 4 ആണ്. +4. അപ്പോൾ എന്ത് വന്നത്? 3 3 ക്യാൻസലായിട്ട് -2 + 4 ദാറ്റ് ഈസ് 2 വന്നു. സോ അപ്പോൾ XBക്ക് താഴെ നമുക്ക് 2 കിട്ടും. ഇനി ഇവിടെ നോക്കാം. ഇവിടെ x1 0 ആണ്. 0നെ -2/3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0 തന്നെ വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് താഴെ വന്നിരിക്കുന്ന സെക്കൻഡ് റോയിലെ എലമെൻറ്റായിട്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 0 + 1. അത് 1 തന്നെ വന്നു. അടുത്ത വരുന്നത് 1നെ -2/3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു -2/3 പ്ലസ് 2/3 ദാറ്റ് ഈസ് -2/3 പ്ലസ് 2/3 = 0. ഇത് 0 വന്നു. അടുത്ത് ചെയ്യുന്നത് 3 ആണ്. അപ്പോൾ 3നെ -2/3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു പ്ലസ് അതിന് താഴെ വന്നിരിക്കുന്ന 0 ആണ്. 0നോട് ആഡ് ചെയ്യുക. സോ അപ്പോൾ 3 3 ക്യാൻസലായി -2 + 0 ദാറ്റ് ഈസ് -2 ആണ്. സോ ഇത് -2. ഇനി അടുത്തത് -1നെ -2/3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. സോ ഇത് വരുന്ന -1 ഇൻറ്റു -2/3 പ്ലസ് അതിന് താഴെ വന്നിരിക്കുന്ന 1/3 ആണ്. 1/3 ആയിട്ട് ആഡ് ചെയ്യുക പ്ലസ് 1/3. സോ ഇതെന്ത് തോന്നുന്നത്? ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2/3 പ്ലസ് 1/3. അപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അപ്പോൾ ന്യൂമറേറ്റർ അങ്ങ് ആഡ് ചെയ്യുക. 2 + 1 അതായത് 3/3 എന്നാണ്. ദാറ്റ് ഈസ് അതിന് നമ്പർ 1 ആണ്. ഓക്കെ. സോ അപ്പോൾ നമ്മുടെ റോ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യുന്നത് CJ എഴുതുന്നത് എപ്പോഴും XBയുടെ താഴെയാണ് കേട്ടോ. CJ എങ്ങനെ വരും? CB × X1 അല്ല, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ 5 × 0 0 പ്ലസ്
6 ഇൻറ്റു 1, അപ്പോൾ അത് 6 വന്നു. അടുത്തത് 5 ഇൻറ്റു 1 5 പ്ലസ് 6 ഇൻറ്റു 0 0, അതായത് 5 പ്ലസ് 0 5 വന്നു. അടുത്തത് വരുന്നത് 5 ഇൻറ്റു 3, ഇത് 15 പ്ലസ് 6 ഇൻറ്റു -2, അത് -12, അപ്പോൾ 15 - 12 ഇത് വരുന്നത് 3 ആണ്. 3 അടുത്ത് വരുന്നത് 5 ഇൻറ്റു -1, അത് -5 ആണ്. പ്ലസ് 6 ഇൻറ്റു 1 6, അപ്പോൾ -5 പ്ലസ് 6 1 ആണ്. ZJ കാണുക. ZJ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോഎഫിഷ്യൻസ് ഓഫ്, ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ZJ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയബിൾസ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ അപ്പോൾ വരുന്നത് 6, ടേബിളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് 6 5 0 0, ഇവിടെ എഴുതി 6 5 0 0. ഇനി എന്ത് ചെയ്യുക? അടുത്ത് ചെയ്യുന്നത് CJ മൈനസ് ZJ ചെയ്യുക. CJ മൈനസ് ZJ ചെയ്യുമ്പോൾ 6 - 6 0, 5 - 5 0, 3 - 0 3, 1 - 0 1. സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒപ്റ്റിമൽ വാല്യൂസാണ്. കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം എല്ലാ വാല്യൂസും പോസിറ്റീവാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്ററേഷൻ പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാ വാല്യൂസ് CJ മൈനസ് ZJയുടെ എല്ലാ വാല്യൂസും പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇറ്ററേഷൻ പ്രോസസ്സ് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ലാസ്റ്റ് ഇറ്ററേഷൻ, തേർഡ് ഇറ്ററേഷനിലെ ഈ ഒരു കോളം എടുക്കുക, ബേസിക് വേരിയബിളിൻ്റെ കോളവും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ കോളം എടുക്കുക, XB എടുക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഫൈനൽ കോളത്തിൽ, അതായത് ഫൈനൽ ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള x1ൻ്റെയും x2ൻ്റെയും വാല്യൂസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക. സോ ഫ്രം ഹിയർ x1 = 2, x1 2ഉം x2 3ഉം ആണ് വരുന്നത്. ആൻഡ് x2 = 3. എന്ത് ചെയ്യുക? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? മാക്സിമൈസ് z = IZൽ കൊണ്ടുപോയിട്ട് z = 6x1 + 5x2 എന്നായിരുന്നു. അതിൽ കൊണ്ടുപോയിട്ട് x1 x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ബിക്കം 6 × 2 പ്ലസ് 5 × x2 3 ആണ്, 5 × 3, ദാറ്റ് ഈസ് z = 12 + 15. എന്ത് വന്നു? 27. ഇതാണ് ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. 27 ആയിരിക്കും ഒപ്റ്റിമൽ സൊല്യൂഷൻ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സോ അപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് എന്താണ്, എങ്ങനെയാണത് ഇറ്ററേഷൻ പ്രോസസ്സിൽ കൂടി സോൾവ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ ഈ ഒരു ക്വസ്റ്റിനിൽ കൂടി ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.